إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, നമ്മേവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും മരണാനന്തര ജീവിതത്തിൽ വെച്ച് നമ്മെ വിചാരണ ചെയ്യുന്നവനുമായ പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് സ്വന്തം നഫ്സിനെയും പിന്നീട് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സത്യവിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടും അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ധാരാളം ഇബാദത്തുകൾ ചെയ്യാറുണ്ട്. ആ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു ഇബാദത്താണ് ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം, അക്ബറായ കാര്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു ഇബാദത്താണ് അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും വഅസ്കാഹാ ഇൻദ മലീകികും വഅർഫഇഹാ ഫീ ദറജാതികും വഖൈറിൻ ലക്കും മിൻ ഇൻഫാഖി الذهബി വൽവറഖി വഖൈറിൻ ലക്കും മിൻ അൻ തൽഖൂ അദുവക്കും ഫതദ്രിബു അഅനാഖഹും വയദ്രിബു അഅനാഖകും ഖാലൂ ബലാ ഖാല ദിക്റുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്ന അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠകരമായ ഖൈറായ ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? വഅസ്കാഹാ ഇൻദ മലീകികും, നിങ്ങളുടെ റബ്ബായ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായതും അമലുകളിൽ വെച്ച് ഏറ്റവും ഖൈറായിട്ടുള്ളതും, സ്വർഗത്തിൽ നിങ്ങളുടെ അമലുകൾ, നിങ്ങളുടെ ദറജകൾ ഉയർത്തുന്ന, അതേപോലെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാളും, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ ശത്രുക്കളോട് പോരാടി ഷഹീദാകുന്നതിനേക്കാളും ഏറ്റവും ഖൈറായിട്ടുള്ള ഒരു അമൽ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് സ്വഹാബത്തിനോട് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, അതെ യാ റസൂലല്ലാഹ്, നിങ്ങൾ പറഞ്ഞു തന്നാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ധാരാളമായി അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായതും
അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമാണ് ഇബാദത്തുകളിൽ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൻ അഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത് അലൈഹി ശംസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സൂര്യൻ ഉദിക്കുന്ന ദിവസത്തിൽ വെച്ച് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നുള്ള ദിക്റുകൾ പറയലാണ് സൂര്യൻ ഉദയിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതേപോലെ സ്വർഗത്തിന്റെ ദറജകളിൽ ഉയരാൻ നമുക്ക് സാധിക്കുന്ന, നമ്മെ സഹായിക്കുന്ന ഒരു ഇബാദത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുക, ദിക്റുല്ലാഹ് എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ വിളിച്ച് ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുവാൻ വേണ്ടി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനുദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണം. വദ്കുറിസ്മ റബ്ബിക ബുക്റതൻ വ അസീല, നിങ്ങളുടെ റബ്ബിന്റെ നാമത്തെ നിങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ഓർക്കണം. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി നിങ്ങൾ ഓർക്കുക, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യമാണ് അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്. അത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് പോലും അവനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യന്മാരെയും ജിന്നുകളെയും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഉംറ, ഇങ്ങനെ തുടങ്ങിയ എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തിനാണ് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുവാൻ വേണ്ടിയാണ് അതിന്റെ ലക്ഷ്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമ ജുഇല തവാഫു ബിൽ ബൈതി വബൈന സഫൽ വൽ മർവ വറമ്യുൽ ജിമാരി ലിഇഖാമത്തി ദിക്രില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കഅബ തവാഫ് ചെയ്യുന്നതും അതേപോലെ സഫ മർവയ്ക്കിടയിലുള്ള ഓട്ടവും അതേപോലെ ജംറയിൽ വെച്ച് കല്ലെറിയുന്നതും ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തായി നിശ്ചയിച്ചത് ലിഇഖാമത്തി ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണ, അല്ലാഹുവിന്റെ ഓർമ്മ അത് നിലനിർത്താൻ വേണ്ടിയാണ്. അതേപോലെ നമസ്കാരത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഅഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ ഓർക്കുവാൻ വേണ്ടി, എന്നെ സ്മരിക്കുവാൻ വേണ്ടി നിങ്ങൾ നമസ്കാരം നിലനിർത്തുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, ഏറ്റവും ശ്രേഷ്ഠതയുള്ള കാര്യം, ഏറ്റവും അക്ബറായ കാര്യമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തിന് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും പ്രാധാന്യത്തോടുകൂടി, ഇത്രയും ശ്രേഷ്ഠതയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്കുവാൻ വേണ്ടി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിക്കുന്നത് പല കാരണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിനെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്, ഒന്ന്, മനുഷ്യനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നുള്ളത്. അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ മിൻ ശൈഇൻ അൻജാ മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാഹി തബാറക വ തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരടിമയെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ദിക്റിനേക്കാളും മറ്റൊന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന്
എന്നുള്ളത് അത് നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നുള്ളതാണ്. അതേപോലെ മറ്റൊരു വിഷയം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്ത് ലഭിക്കാൻ, അല്ലാഹുവിൽ നിന്ന് നമുക്ക് പാപമോചനം ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ഓർക്കുക എന്നുള്ളത്. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വദ്ദാകിരീന അല്ലാഹ വദ്ദാകിറാതി വദ്ദാകിരീന അല്ലാഹ കതീറൻ വദ്ദാകിറാതി അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത് അല്ലാഹുവിന്റെ മഗ്ഫിറത്താണ്, അല്ലാഹുവിന്റെ പാപമോചനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ യൗമിൻ മിഅത മറ ഹുത്തത് ഖതായാഹു വഇൻ കാനത് മിത്ല സബദിൽ ബഹർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും ഒരു ദിവസം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ പറഞ്ഞാൽ അവന്റെ പാപങ്ങൾ കടലിന്റെ നുറയോളം ഉണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് പുറത്തു കൊടുക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകളാവുക എന്നുള്ളതാണ്. അതേപോലെ മൂന്നാമത്തത് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടണമെങ്കിലും അല്ലാഹുവിനെ ധാരാളം ഓർക്കുന്ന ആളുകളായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വദ്ദാകിരീന അല്ലാഹ കതീറൻ വദ്ദാകിറാത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ. വദ്ദാകിരീന അല്ലാഹ കതീറൻ വദ്ദാകിറാത്, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത് മഗ്ഫിറതൻ വഅജ്റൻ അളീമ, അല്ലാഹുവിന്റെ മഗ്ഫിറത്തും അതേപോലെ വമ്പിച്ച പ്രതിഫലമാണ് എന്നാണ്. വമ്പിച്ച പ്രതിഫലം എന്ന് പറഞ്ഞാൽ അജ്റൻ അളീമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഫസ്സിരീങ്ങൾ പറഞ്ഞു അത് പരലോകത്ത് നമുക്ക് ലഭിക്കുന്ന സ്വർഗ്ഗലോകമാണ് എന്ന് മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് സ്വർഗ്ഗലോകം എന്നുള്ളത്. അതേപോലെ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഓ പ്രവാചകരെ, താങ്കളുടെ ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കണം, വഅന്ന ഗിറാസഹ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സ്വർഗ്ഗത്തിന്റെ കൃഷി എന്നുള്ളത് അത് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് സ്വർഗ്ഗത്തിന്റെ കൃഷി എന്ന് നിങ്ങൾ ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ആരാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗ്ഗത്തിൽ കൃഷി ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. മരവും ചെടിയും ആ രൂപത്തിൽ നമുക്ക് ആവശ്യമായ സ്വർഗ്ഗത്തിലുള്ള കൃഷി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ ഇങ്ങനെ ദിക്ർ ചെയ്യുന്നതിലൂടെ അല്ലാഹു അത് നമുക്ക് നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലൽ മൗത്ത്. ആരെങ്കിലും ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അവനക്ക് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ മരണം മാത്രമാണ് തടസ്സമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയാണെങ്കിൽ അവന് മരിച്ച ഉടനെ അവനക്ക് സ്വർഗ്ഗത്തിന്റെ എല്ലാ ആസ്വാദനങ്ങളും അവനക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മരണം മാത്രമാണ് ആ സ്വർഗ്ഗപ്രവേശനത്തിലുള്ള തടസ്സമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ അത്രത്തോളം അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ സ്വർഗ്ഗപ്രവേശനത്തിന് നമുക്ക് കാരണമാകുന്ന ഒരു കാര്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ ദിക്റുല്ലാഹിയുടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുക എന്നതിന്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ സംരക്ഷണം നൽകുമെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകദാലികൽ അബ്ദു ലാ യൻജു മിനശ് ശൈത്വാനി ഇല്ലാ ബിദിക്രില്ലാഹി തബാറക വ തആല.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്ർ കൊണ്ടല്ലാതെ ഒരാൾക്കും പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിൽ നിന്നുള്ള ഒരു സംരക്ഷണം, ഒരു പ്രൊട്ടക്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. എന്നാൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാതെ അള്ളാഹുവിനെ സ്മരിക്കാതെ ഓർക്കുന്ന ആളുകൾക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് ഒരു പിശാചിനെ ചങ്ങായിയാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തി കൊടുക്കുമെന്നാണ് സൂറത്തു സുഖ്റുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വമൻ യഅ്ശു അൻ ദിക്രിർ റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്വാനൻ ഫഹുവ ലഹു ഖരീൻ. ആരാണോ പരമകാരുണ്യകനായ അല്ലാഹുവിന്റെ സ്മരണയിൽ നിന്ന് ദിക്റിൽ നിന്ന് തിരിഞ്ഞു പോകുന്നത്, അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശൈത്വാനിനെ ഖറീനായി കൊണ്ട് ഒരു കൂട്ടുകാരനാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സദാസമയം ഓർക്കുകയും എല്ലാ ഇബാദത്തുകളും ചെയ്തുകൊണ്ട് കൃത്യമായി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളോ ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ തദക്കറു ഫൈദാ ഹും മുബ്സിറൂൻ. അങ്ങനെ വിശ്വസിച്ചുകൊണ്ടും ഇബാദത്തുകൾ ചെയ്തുകൊണ്ടും നല്ല തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് പിശാചിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചാലോ എന്തെങ്കിലും ദുഷ്പ്രേരണകൾ പിശാചിൽ നിന്ന് വന്നു കഴിഞ്ഞാലോ അവരുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്കുകയും അങ്ങനെ അവർ ഉൾക്കാഴ്ചയുള്ള ആളുകളാവുകയും അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അർ-റജുലു ബൈതഹു ഫദക്കറല്ലാഹു ഇൻദ ദുഖൂലിഹി വ ഇൻദ തആമിഹി ഖാല അശ്-ശൈത്വാനു ലാ മബീത ലക്കും വലാ അശാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു വ്യക്തി വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അന്ന് ശൈത്താൻ പറയും ലാ മബീത ലക്കും വലാ അശാ, ഇന്ന് ഈ വീട്ടിൽ നമുക്ക് ഭക്ഷണവുമില്ല താമസവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ശൈത്താൻ ഇറങ്ങി പോകുമെന്നാണ്. എന്നാൽ അള്ളാഹുവിനെ ഓർക്കാതെയാണ് ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതെങ്കിലോ അതേപോലെ അള്ളാഹുവിനെ ഓർക്കാതെയാണ് ബിസ്മില്ല പറയാതെയാണ് ഒരാൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പോൾ പിശാച് പറയും അദ്റക്തുമുൽ മബീത വൽ അശാ, ഇന്ന് ഇവിടെ ഭക്ഷണവും നമുക്കുണ്ട്, ഇന്ന് നമുക്ക് താമസവും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് ആ വീടുകളിൽ കുടിയിരിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും മോശമായ ഏറ്റവും അനാവശ്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പിശാച് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒരു അനാവശ്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരാൾ, ചീത്തയായ ഒരു വ്യക്തി താമസിക്കുക എന്നുള്ളത് നമ്മൾ ഒരാളും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനേക്കാളും അനാവശ്യമായ ഒരാളാണ് പിശാച് എന്നുള്ളത്. അങ്ങനെയുള്ള പിശാചുക്കൾ നമ്മുടെ വീട്ടിൽ കഴിയുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും അതേപോലെ ഭക്ഷണം കഴിക്കുമ്പോഴും അങ്ങനെ സദാസമയം അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളാണെങ്കിൽ ആ വീട്ടിൽ പിശാച് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് ചോദിച്ചു വന്ന ഒരു സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അവൈത ഇലാ ഫറാശിക ഫഖറ ആയത്തുൽ കുർസി, നീ കിടന്നുറങ്ങാൻ പോകുമ്പോൾ നീ ആയത്തുൽ കുർസി നീ പാരായണം ചെയ്യുക. ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിളുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. വലാ യഖ്റുബക ശൈത്വാനുൻ ഹത്താ തുസ്ബിഹ, പകലാകുന്നതുവരെ സുബഹിയാകുന്നതുവരെ നിന്നെ ശൈത്താൻ നിന്റെ അടുക്കലേക്ക് അടുക്കുകയില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. അതേപോലെ അഞ്ചാമത്തെ നേട്ടം എന്നുള്ളത് അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾക്ക് നല്ല സമാധാനവും ശാന്തിയും ലഭിക്കുമെന്നുള്ളതാണ്. മനുഷ്യർ പൊതുവെ സമാധാനവും ശാന്തിയും ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവിടെ കുടുംബത്തിന്റെ വിഷയത്തിലായാലും സ്വന്തത്തിലായാലും കുടുംബത്തിലായാലും നാട്ടിലായാലും എല്ലാ വിഷയങ്ങളിലും സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ പലപ്പോഴും ദുനിയാവ് വലുതായി കണ്ടുകൊണ്ട്, ദുനിയാവിനെ അക്ബറായി കണ്ടുകൊണ്ട് പല ആളുകളും ദുനിയാവിന്റെ വേക്കിൽ പോയിക്കൊണ്ട് അള്ളാഹുവിനെ മറന്നുകൊണ്ട്
കൊണ്ട് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടു പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ദുനിയാവിന്റെ ബാക്കിൽ പോകുമ്പോഴാണ് പലപ്പോഴും ജനങ്ങൾ പരസ്പരം തെറ്റുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടലും അതേപോലെ കൊലപാതകവും അതേപോലെ മറ്റുള്ള ആളുകളുടെ സമ്പത്തിന് വേണ്ടി അതിന്റെ പിന്നാലെ പോയിക്കൊണ്ട് ആ ഒരു സമാധാനം, യഥാർത്ഥത്തിലുള്ള ഒരു സമാധാനം നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവാണ് ഏറ്റവും വലുത്, അള്ളാഹുവാണ് അക്ബർ, വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ സ്മരിക്കലാണ് ഏറ്റവും അക്ബർ ആയിട്ടുള്ള കാര്യം. വൽ ആഖിറത്തു അക്ബർ, അതാണ് പരലോകമാണ് ഏറ്റവും അക്ബർ ആയിട്ടുള്ള ഏറ്റവും വലിയതായിട്ടുള്ള ഒരു ജീവിതം എന്ന് മനസ്സിലാക്കിയ ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അങ്ങനെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കാകുന്നു അവരുടെ മനസ്സിനാകുന്ന സമാധാനം ഉണ്ടാവുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക അള്ളാഹുവിനെ ഓർക്കുന്ന അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന മനസ്സുകൾക്കാണ് സമാധാനവും ശാന്തിയും ലഭിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ കാര്യങ്ങൾ അക്ബറായി കാണാതെ അള്ളാഹുവിനെ ഓർക്കുക, പരലോകമാണ് അക്ബർ എന്നായി അള്ളാഹുവിനെ ഓർക്കുകയും പരലോകമാണ് അക്ബർ, അതേപോലെ പരലോകമാണ് വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിലുള്ള സമാധാനവും ശാന്തിയും ലഭിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ ഒരു വീടിന്റെ ഖൈറും ബർക്കത്തും എന്നുള്ളത് അതും അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മതലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹ ഫീഹി വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹ ഫീഹി മതലുൽ ഹയ്യി വൽ മയ്യിത്ത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിനെ ഓർക്കുന്ന വീടും അള്ളാഹുവിനെ സ്മരിക്കാത്ത വീടും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് മതലുൽ ഹയ്യി വൽ മയ്യിത്ത്, ജീവിച്ചിരിക്കുന്ന വീടും മരണപ്പെട്ട വീടിന് സമാനമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കാത്ത അള്ളാഹുവിനെ സ്മരിക്കാത്ത വീട് എന്നുള്ളത് അത് മരിച്ചുപോയ മരണപ്പെട്ട വീട് പോലെയാണ് എന്നാണ്, ജീവനില്ലാത്ത വീട് പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ധാരാളമായി വീടുകളിൽ നമ്മൾ ഓർക്കണമെന്നാണ്. ആ വീടിനെ നമ്മൾ ഒരിക്കലും ശ്മശാനം പോലെ ആക്കാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കരുത്, മഖ്ബറകളാക്കി മാറ്റരുത്. ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തില്ലദീ തഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, വീടുകളിൽ വെച്ച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാചുകൾ ഓടിപ്പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് വീടുകളിൽ ധാരാളമായി അല്ലാഹുവിനെ സ്മരിക്കുന്ന വീടായിരിക്കണം, അതാണ് യഥാർത്ഥത്തിലുള്ള ജീവനുള്ള വീടുകളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെയുള്ള സുന്നത്ത് നമസ്കാരങ്ങളിൽ ചിലത് നിങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കണം, അതാണ് നിങ്ങൾക്ക് ബർക്കത്തുള്ളത്, അതാണ് ഖൈർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണവും അത് തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്ന വീടുകളാണ് യഥാർത്ഥ ജീവനുള്ള വീടുകളായി ബർക്കത്തുള്ള ഖൈർ നിറഞ്ഞ അനുഗ്രഹങ്ങൾ നിറഞ്ഞ വീടായി മാറുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ യഥാർത്ഥ ജീവനുള്ള ഒരു വ്യക്തിയാവണമെങ്കിലും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകളായിരിക്കണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മതലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു മതലുൽ ഹയ്യി വൽ മയ്യിത്ത്, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു വ്യക്തിയും അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് മതലുൽ ഹയ്യി വൽ മയ്യിത്ത്, ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും മരണപ്പെട്ട ഒരു വ്യക്തിയും മരിച്ച ഒരു വ്യക്തിയും പോലെയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഓർക്കാത്ത ആളുകൾ അവർ യഥാർത്ഥത്തിൽ അവർ കാണുമ്പോൾ ജീവനുള്ള ആളുകളാണെങ്കിൽ അവരുടെ മനസ്സ്, അവരുടെ റൂഹ് അത് മരണപ്പെട്ടതാണ്, അത് മരിച്ചുപോയ ആത്മാവാണ്, മരിച്ചുപോയ മനസ്സാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നാൽ അള്ളാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ടും ദുആകളിലും പ്രാർത്ഥനകളിലും നമസ്കാരത്തിലും അങ്ങനെ പഠിപ്പിച്ച എല്ലാ ഇബാദത്തുകളിലും മുൻകടന്നുകൊണ്ട് പ്രവേശിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾ, അവരാണ് യഥാർത്ഥ ജീവനുമുള്ള ആത്മാവ്, ജീവനുള്ള ഖൽബുള്ള ആളുകൾ അവരാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾ ജീവനുള്ള ആളുകളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതിലെല്ലാം ഉപരിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു,
സ്വർഗത്തിന് ഒരുപാട് ദരജകളുണ്ട്. ആ ദരജകളിലൊക്കെ മുൻകടന്നു പോകുന്ന ആളുകളും അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖൽ മുഫർരിദൂൻ, മുഫർരിദീങ്ങളായ ആളുകൾ അവർ വിജയിച്ചിരിക്കുന്നു, അവർ മുൻകടന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, വമൽ മുഫർരിദൂൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ആരാണ് ഈ മുഫർരിദീങ്ങൾ? പ്രത്യേകമാക്കപ്പെട്ട ഈ മുൻകടന്ന ആളുകൾ ആരാണ് റസൂലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദാകിറൂന അല്ലാഹ കതീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരാണ് ആ സ്വർഗ്ഗത്തിൽ മുൻകടന്ന, സ്വർഗ്ഗത്തിന്റെ ദരജകളിൽ മുൻകടന്ന ആളുകളെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കാരണം വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശ്രേഷ്ഠതയുള്ള കാര്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും അല്ലാഹുവിനെ ഓർക്കുന്ന വിഷയത്തിൽ അശ്രദ്ധരായി ജീവിക്കാൻ പാടില്ല. അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകളായി നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وعلى آله وصحبه ومن والاه أما بعد فاتقوا الله عباد الله. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുക എന്നതിൻ്റെ ഫവായിദുകളും അതിൻ്റെ ഫളായിലുകളും ശ്രേഷ്ഠതകളുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹുവിനെ ഓർക്കുന്ന ഒരടിമക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളുടെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകുമെന്നുള്ളത്. അതിനേക്കാളും വലുതായ ഒരു കാര്യം ആ ഒരു അടിമയ്ക്ക് ലഭിക്കാനില്ല എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇൻ യൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കുകയാണെങ്കിൽ ഒരാൾക്കും നമ്മളെ തോൽപ്പിക്കാനാവുകയില്ല എന്നുള്ളതാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കാതെ നമ്മെ കൈവിട്ടാലോ പിന്നെ ആരാണ് നമ്മളെ സഹായിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഒരാൾക്കും നമ്മെ സഹായിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്ന ആളുകളുടെ കൂടെ എപ്പോഴും അവരെ സഹായിച്ചുകൊണ്ടും അവരെ സംരക്ഷണം ചെയ്തുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ ഗുഹയുടെ ചുറ്റും വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ഓ അബൂബക്കറെ, നീ ഭയപ്പെടേണ്ട, നീ ബേജാറാകേണ്ട, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെയുണ്ട്. ആ പ്രപഞ്ചത്തിന്റെ നാഥൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് ഭയപ്പെടേണ്ടത്, ഞങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകളുടെ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഭയപ്പാടുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. ഖുദ്സിയായ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖാല അല്ലാഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വ അന മഅഹു ഇദാ ദഖറനി, ഒരടിമ എന്നെ ഓർത്താൽ ഞാൻ അവനെ ഓർക്കും. തീർന്നില്ല, അവൻ അവന്റെ മനസ്സിൽ എന്നെ ഓർക്കുകയാണെങ്കിൽ ഞാനും എന്റെ പരിശുദ്ധമായ എന്റെ മനസ്സിൽ ഞാൻ അവനെ ഓർക്കും, ആ അടിമയെ ഞാൻ ഓർക്കുമെന്നാണ്.
ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ കോടാനുകോടി സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടിയോളം സൃഷ്ടികളുള്ള അവന്റെ അടിമകളിൽ ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മനസ്സിൽ ഓർക്കുമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മറ്റൊരു വലിയൊരു കാര്യം ആ അടിമക്ക് ലഭിക്കാനില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇൻ ദക്കറനി ഫീ മലഇൻ, ഇനവനൊരു സദസ്സിൽ വെച്ചാണ് എന്നെ ഓർക്കുന്നതെങ്കിലോ വദക്കർതഹു ഫീ മലഇൻ ഖൈറിൻ മിൻഹു, അതിനേക്കാളും ഏറ്റവും നല്ലൊരു സദസ്സിൽ ഞാൻ അവനെ ഓർക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉൾക്കൊള്ളുന്ന അർശിന്റെ മലക്കുകൾ ഉൾക്കൊള്ളുന്ന അല്ലാഹുവിന്റെ മുക്കർരിമികളായ മലക്കുകൾ ഉൾക്കൊള്ളുന്ന ആ ഒരു സദസ്സിൽ വെച്ച് അല്ലാഹുവിനെ ഓർത്ത ആ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലദീന യദ്കുറൂന മിൻ ജലാലില്ലാഹി വ തസ്ബീഹിഹി വ തഹ്മീദിഹി വ തക്ബീരിഹി വ തഹ്ലീലിഹി യതആതഫ്ന ഹൗലൽ അർശ്, അല്ലാഹുവിനെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടും അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഓർക്കുന്ന ആളുകൾ അവരുടെ ആ ദിക്റുകൾ യതആതഫ്ന ഹൗലൽ അർശ്, അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റിലും അതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമെന്നാണ്. നമ്മൾ പറയുന്ന ആ ഓരോ ദിക്റുകളും അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റിലും അത് ചുറ്റിക്കൊണ്ടിരിക്കും. എങ്ങനെ? ഖദവിയ്യിൻ നഹ്ല്, അതായത് തേനീച്ച മൂളുന്ന ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അത് അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റിലും അത് ചുറ്റിക്കൊണ്ടിരിക്കുമെന്നാണ്. എന്താണ് ആ ദിക്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? യുദ്കറൂന ബിസാഹിബിഹിന്ന, അത് അല്ലാഹുവിന്റെ അടുക്കൽ ആ ദിക്ർ പറഞ്ഞ ആളുകളെ പറഞ്ഞുകൊണ്ടും അവരെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടും അല്ലാഹുവിന്റെ അടുക്കൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അത് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, അവലാ യുഹിബ്ബു അഹദുക്കും അല്ലാ യസാല ലഹു ഇൻദല്ലാഹി ഷൈഉൻ യുദക്കറു ബിഹി, ആ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അർശിന്റെ ഉടമസ്ഥനായ ആ റബ്ബിന്റെ അടുക്കൽ നിങ്ങളെ സംബന്ധിച്ച് പറയുന്ന, നിങ്ങളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്ന എന്തെങ്കിലും ഒന്നും അവിടെ ഉണ്ടാകണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? സ്വർഗത്തിന്റെ ഉടമസ്ഥനായ നരകത്തിന്റെ ഉടമസ്ഥനായ ആരുടെ കാരുണ്യം കൊണ്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത്, ആരുടെ കാരുണ്യം കൊണ്ടാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെടുന്നത്, അങ്ങനെയുള്ള ആ റഹ്മാനിന്റെ ആ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ ധാരാളമായി നിങ്ങൾ ഓർക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ നിങ്ങൾ അധികരിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്ന് ഒരു സ്വഹാബി വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇസ്ലാമിക ശരീഅത്തിന്റെ ഇബാദത്തുകളൊക്കെ കൂടിപ്പോയി റസൂലേ, അതുകൊണ്ട് എല്ലാം ആ രൂപത്തിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല റസൂലേ, അതുകൊണ്ട് എന്തെങ്കിലും വിജയിക്കാൻ പറ്റിയ അങ്ങനത്തെ എന്തെങ്കിലും എളുപ്പമുള്ള ഒരു കാര്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യസാലു ലിസാനുക റത്മൻ ബിദിക്രില്ലാ, നീ എപ്പോഴും നിന്റെ നാവിൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ടും ആ നാവ് അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് എപ്പോഴും നനഞ്ഞു നിൽക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത്രത്തോളം അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് വളരെ എളുപ്പമുള്ള രണ്ട് കലിമത്തുകൾ, സഖീലത്താനി ഫിൽ മീസാൻ, നാളെ ഖിയാമത്ത് നാളിൽ മീസാനിൽ ഏറ്റവും കനം കൂടിയ കലിമത്തുകൾ, ഹബീബത്താനി ഇലർ റഹ്മാൻ, പരമകാരുണ്യകനായ അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കലിമത്തുകൾ, അത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എന്ന് പറയുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠതയുള്ള, അതേപോലെ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട, പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മളെ സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന, സ്വർഗത്തിലെ ദരജകളിൽ ഉയരാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ഓർക്കുക എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മനസ്സുകൊണ്ടും നാവ് കൊണ്ടും അതേപോലെ നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടും, നമ്മുടെ കച്ചവടമാണെങ്കിലും ശരി, കുടുംബബന്ധത്തിലാണെങ്കിലും ശരി, ഏതെല്ലാം രൂപത്തിൽ ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ ആ സന്ദർഭത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ജീവിക്കാൻ വേണ്ടി പറഞ്ഞത്,
പറഞ്ഞത്, എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അതൊക്കെ ആ രൂപത്തിൽ ചെയ്യുന്ന ആളുകളാണ്. ആ രൂപത്തിൽ ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ദിക്ർ. അതാണ് ജീവിതം കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത്. ഇങ്ങനെ മനസ്സുകൊണ്ടും നാവ് കൊണ്ടും ശരീരം കൊണ്ടും ജീവിതം കൊണ്ടും നമ്മൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകളായി നമ്മൾ മാറുക എങ്കിൽ ഈ ലോകത്തും മരണാനന്തരം വരുന്ന ആ പരലോകത്തും നമുക്ക് സമാധാനം നിറഞ്ഞ നല്ല സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ ഇജ്അൽ ലനാ മിൻ കുല്ലി ഹമ്മിൻ ഫറജാ ومن كل ضيق مخرجا ومن كل بلاء عافية. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا إنك أنت الغفور الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة